ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഐഷുമ്മ കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ടക്കറിയാണ്. പത്തിരിക്കും ചപ്പാത്തിക്കും പുട്ടിനും എല്ലാത്തിനും പറ്റിയ ഒരു മുട്ടക്കറിയാണ് തയ്യാറാക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ. മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനി വീഡിയോയിലേക്ക് പോകാം. അതിനുവേണ്ടി ഞാനിവിടെ 4 സവാള നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ വെളിച്ചെണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടായി വരട്ടെ. വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് അല്പം പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. പെരിഞ്ജീരകം ചേർക്കുകയാണെങ്കിൽ മുട്ടക്കറിക്ക് ഒരു നല്ല മണവും നല്ലൊരു ടേസ്റ്റുമാണ്. അതുകൊണ്ടാണ് പെരിഞ്ജീരകം ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇതിലേക്ക് ചേർത്ത് നല്ലതുപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിൽ ഇപ്പോൾ തന്നെ നമുക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ആദ്യം തന്നെ ചേർക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ സവാള വഴണ്ടി കിട്ടും. അതുകൊണ്ട് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കാം. ഇത് വഴണ്ടി വരുന്ന സമയം കൊണ്ട് അല്പം വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും നമുക്ക് നല്ലതുപോലെ തന്നെ ഒന്ന് ചതച്ചെടുക്കാം. ഇനി ഒരു തക്കാളി മുറിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒപ്പം ചതച്ച് വെച്ച ഉള്ളിയും ഇഞ്ചിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിയാണ്. ഇനി നല്ലതുപോലെ തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം. അല്പം കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്നുകൂടെ ഇത് വഴറ്റിയെടുക്കാം. ഇതുപോലെ വഴണ്ടതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നല്ലതുപോലെ തന്നെ ഒന്നുകൂടെ ഇത് വഴറ്റിയെടുക്കാം. ഇത് നല്ലതുപോലെ വഴണ്ടതിന് ശേഷം വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ച ജാറ് കഴുകി ഒരല്പം മാത്രം വെള്ളം ഇതിലേക്ക് ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇത് തിളച്ച് വരുന്ന നേരം കൊണ്ട് നമുക്ക് അല്പം തേങ്ങ അരച്ച് പാലെടുക്കാം. ഇനി ഇതിലേക്ക് പാല് കൂടി ചേർത്ത് കൊടുക്കേണ്ടതാണ്. നല്ലതുപോലെ തിളച്ച് വറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മുട്ടയിലേക്ക് ഇതുപോലെ ഓരോ വര കത്തി കൊണ്ടിട്ട് കൊടുത്തതിന് ശേഷം ഈ വഴറ്റി വെച്ചിരിക്കുന്ന സവാളയിലേക്കിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ഒഴിച്ച് നല്ലതുപോലെ തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറി തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. നല്ല ടേസ്റ്റ് ഉള്ളൊരു കറിയാണിത്. നമുക്കിനി മറ്റേ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇത് ചപ്പാത്തിക്കും പുട്ടിനും ഇടിയപ്പത്തിനും പത്തിരിക്കും വെള്ളയപ്പത്തിനും എല്ലാം പറ്റിയൊരു കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. ഓക്കെ, താങ്ക് യു.